എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും പലരും നമ്മളുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ, അതായത് വയറുവേദന, അതിനെ തുടർന്നുണ്ടാകുന്ന ഛർദി, വയറ് സ്തംഭനം, ഇതൊക്കെ പൊതുവെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പലപ്പോഴും ഫാർമസിയിൽ പോയി മെഡിസിൻസ് മാത്രം കഴിച്ച് അതൊരു കണ്ടിന്യൂസ് ഹാബിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലേ. പക്ഷേ ഇത് പലതും പാൻക്രിയാസിൻ്റെ പ്രശ്നങ്ങൾ കൂടെ ഇതിന് സിംറ്റംസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് പാൻക്രിയാസിൻ്റെ ബുദ്ധിമുട്ടുകളെ ഇതിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കി തിരിച്ചറിയാം എന്നുള്ളതും, എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നതിനൊക്കെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുവെ ഗ്യാസ്ട്രിക് സിംറ്റംസിന് എല്ലാത്തിനും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ വയറുവേദന എന്നുള്ളത്. നമ്മൾ ഈ വയറുവേദന വന്നാൽ എന്താ ചെയ്യുക? അത് ഗ്യാസ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പലപ്പോഴും മരുന്നുകൾ വാങ്ങി നമ്മൾ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മരുന്നുകൾ വാങ്ങി കഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പാൻക്രിയാസിൻ്റെ വയറുവേദന വരുന്നത് ഈ പുക്കിളിൻ്റെ കുറച്ച് മേൽഭാഗത്തായിട്ട് ആയിരിക്കും ആ വയറുവേദന വരുന്നുണ്ടാവുക. ആ വയറുവേദന പൊതുവെ ബാക്കിലോട്ട് ചെറുതായിട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ തുടർന്ന് നല്ല ഛർദിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് അത് ഡയഗ്നോസ് ചെയ്യേണ്ടതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പാൻക്രിയാസിനെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോൾ ഹാബിറ്റ് എന്നുള്ളതും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. പൊതുവെ പാൻക്രിയാസിനെ നമ്മൾ എപ്പോഴാണ് കൂടുതൽ കേട്ടുപരിചയം ഉണ്ടായിരിക്കുക? ഡയബറ്റിക് ഉള്ള ആൾക്കാർക്കായിരിക്കും. എല്ലാവരുടെയും വിചാരം ഈ പാൻക്രിയാസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് വെറും ഷുഗർ കൺട്രോൾ മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ അവയവത്തിനെ കുറിച്ച് പറഞ്ഞു തരാം. ആഗ്നേയ ഗ്രന്ഥി എന്നുള്ളതാണ് ജനറലായിട്ട് പാൻക്രിയാസിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസിൽ വരുന്നതാണ് നമ്മൾ ഷുഗർ കൺട്രോൾ. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് എൻസൈംസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, ലിപ്പേസ്, അമിലേസ് പോലെയുള്ള ഒരുപാട് എൻസൈംസ് നമ്മൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഡൈജഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഫാറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കാർബ്സിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട്, പ്രോട്ടീൻ്റെ ഡൈജഷനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പാൻക്രിയാസിന് ഉണ്ടാവുന്ന ചെറിയ തകരാറുകൾ പോലും, അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ പോലും പലപ്പോഴും നമ്മുടെ ഡൈജഷനെ വളരെയധികം ബാധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഡൈജഷൻ ശരിയാവാത്തത് കൊണ്ടാണ് നമ്മുടെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ പാൻക്രിയാസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പാൻക്രിയാസിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് ഷുഗർ കൺട്രോൾ എന്നുള്ളത്. ഇതൊക്കെ പാൻക്രിയാസുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ മനസ്സിലായില്ല നമുക്ക് പാൻക്രിയാസ് എന്നുള്ള അവയവം ഏകദേശം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഇതിൻ്റെ വേദന ഈ ചെസ്റ്റിൻ്റെ നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള സ്റ്റൊമക്കുമായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷനിങ് തന്നെയാണ്. സ്റ്റൊമക്കിൻ്റെ ബാക്കിലായിട്ട് നട്ടെല്ലിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു ടാഡ്പോൾ അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ പാൻക്രിയാസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് അങ്ങനെയാണത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ പല അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യാൻ ഒരു നോർമൽ സ്കാനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഐഡൻറ്റിഫൈ ചെയ്യാറില്ല. ഇത് ഇങ്ങനെ മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ CT അല്ലെങ്കിൽ MRI പോലുള്ള സ്കാനിങ്ങുകൾ അനിവാര്യമായിട്ട് വരും. ഓക്കെ, നമുക്കിനി ജനറലായിട്ട് പാൻക്രിയാസിനെ ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ പെട്ടെന്ന് വരാറുള്ളതാണ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാൻക്രിയാസിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. അതുപോലെ തന്നെയാണ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അതൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം. അത് വളരെ വാസായിട്ടുള്ള, വളരെയധികം സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെയാണ് അതിൽ വരുന്ന ചില സിസ്റ്റുകൾ, അതുപോലെ പാൻക്രിയാസിന് വരുന്ന ക്യാൻസറുകൾ. ഇതൊക്കെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡൈജഷനുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഷുഗറിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ വെച്ച് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്നുമല്ലാതെ നമ്മുടെ പല ഹാബിറ്റുകളും പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തിനെ തകരാറിലാക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോൾ. പെട്ടെന്ന് എടുക്കുന്ന
ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ എടുക്കാറില്ല, വൺസ് ഇൻ എ വൈലൊക്കെ ഒരു 4-5 പെഗ് അടിക്കും, അത്രേ ഉള്ളൂ. ഞാനൊരു ആൽക്കഹോൾ അഡിക്റ്റ് അല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത്തരം ആൽക്കഹോളിൻ്റെ ഇൻടേക്കാണ് പലപ്പോഴും അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിന് കാരണമാകാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പിത്തസഞ്ചിയിൽ ഉണ്ടാവുന്ന കല്ല്. ഈ പിത്തസഞ്ചിയിൽ ഉണ്ടാവുന്ന കല്ല് പിത്തനാളം വഴി പാൻക്രിയാറ്റിക് ഡക്റ്റിൽ വന്ന് ചിലപ്പോൾ ബ്ലോക്ക് ആവും. അത് പലപ്പോഴും പാൻക്രിയാസിൽ നിന്നുമുള്ള എൻസൈംസുകളുടെ പ്രവർത്തനത്തിന്, അതായത് ആ എൻസൈംസുകൾ ഡയറക്റ്റ് നമ്മളെ ഇൻറ്റസ്റ്റൈനിക്ക് വരാൻ ബ്ലോക്ക് ആവുകയും അതിനെ തുടർന്ന് ഇത് സ്വെല്ലിംഗ് ആയി ഇൻഫ്ലമേഷൻ കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഓവറായിട്ട് നമ്മൾ സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് മറ്റും എടുക്കുന്നത്. ഇതും പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം ബാധിക്കാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് സ്മോക്കിങ്ങും ഇതുപോലെ തന്നെ പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നവയാണ്. പിന്നെ മറ്റൊരു കണ്ടീഷനാണ് ഹൈപ്പർ കാൽസീമിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. അതായത് നമ്മൾ രക്തത്തിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഓവറായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൻക്രിയാസിന് പ്രവർത്തനത്തിന് തകരാറിലാക്കാറുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ട്രൈഗ്ലിസറൈഡ്സ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് അതിൽ ഉപരിയായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് നോർമലിനെക്കാട്ടിലും വളരെയധികം ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കും. ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മളായിട്ട് വരുത്തി വെക്കുന്ന കൊളസ്ട്രോളുകളാണ്. ഈ കൊളസ്ട്രോളിലെ തന്നെ ഏറ്റവും ചെറിയ ഘടകങ്ങളാണ് ട്രൈഗ്ലിസറൈഡ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ രീതികളും ഇതിൽ നിന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓവറായിട്ട് ഫാറ്റി ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ പാൻക്രിയാസിൽ വരുന്ന ചില സ്റ്റോണുകളൊക്കെ ഇതുപോലെ തന്നെ പ്രവർത്തനത്തിന് തകരാറിലാക്കുന്നവയാണ്. പിന്നെ പല വൈറൽ ഇൻഫെക്ഷൻസും പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും ഒരു 15% പാൻക്രിയാസിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്താൻ പലപ്പോഴും വഴുകാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊസിഷൻ, പാൻക്രിയാസിൻ്റെ പൊസിഷൻ കൂടിയാണ്. അതിന് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് MRI CT അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, വയറുവേദന ഒക്കെ മാറാത്ത വയറുവേദനയോ ബുദ്ധിമുട്ടുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഡോക്ടേഴ്സ് അത് റെക്കമെൻഡ് ചെയ്യും. അത് യഥാവിധി അതിന് വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന പോംവഴി. ഇനി ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരുപാട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓവറായിട്ട് വരുന്ന സാഹചര്യങ്ങളിലും ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വരാം. പിന്നെ അത് ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ് ഈ പാൻക്രിയാറ്റൈറ്റിസിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിൽ വരുന്ന പല സ്റ്റോണുകളും ഇൻഫ്ലമേഷൻസും പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പണ്ട് അത് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൽ ഇടുക്കി, പത്തനംതിട്ട, അതുപോലെ കോട്ടയം ആ ഭാഗത്തുള്ള ഏരിയകളിലൊക്കെ ആയിരുന്നു. അന്ന് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇറ്റിയോളജി നോക്കിയ സമയത്ത് ഇത് കൂടുതലായിട്ട് കപ്പയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നുള്ളൊരു കോമൺ കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു സയൻറ്റിഫിക് പ്രൂഫ് ഒന്നുമില്ല. ഈ കപ്പയിലുള്ള പല കണ്ടന്റുകളും ആണ് ഇതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് പല ജനറ്റിക് വേരിയേഷൻ കാരണം ഈ പാൻക്രിയാറ്റൈറ്റിസ് ചിലരിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കൂടുതലായിട്ടും ഈ 10 to 12 അല്ലെങ്കിൽ 10 to 20 വയസ്സ് റേഞ്ചിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് സ്റ്റാർട്ടിങ് കണ്ടുവരാറുള്ളത്. ഒരു തവണ നമ്മൾ പാൻക്രിയാസ് അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള ചാൻസ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാൻസറിൻ്റെ കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ് CA-99 എന്നുള്ള മാർക്കർ. അത് ടെസ്റ്റ് ചെയ്യുക. പക്ഷേ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ പാൻക്രിയാസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സിംറ്റംസും കൂടെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഭയങ്കരമായിട്ട് മെലിയാൻ തുടങ്ങും, ഓവറായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കും. നമ്മളെ മോഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാൻക്രിയാസിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ ആണല്ലോ കൊഴുപ്പിനെ വിഘടിപ്പിക്കുക അല്ലെങ്കിൽ ദഹിപ്പിക്കുക എന്നുള്ളത്. ഈ കൊഴുപ്പിൻ്റെ വിഘടനം അല്ലെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് മോഷൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മലത്തിൽ തന്നെ ഓയിലി ടെക്സ്ചറായിട്ട് കാണാൻ പറ്റും. നമ്മൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ മേൽഭാഗത്തായിട്ട് ചെറിയ ഓയിൽ
ഓയിൽ പോയ പോലുള്ള ഒരു ടെക്സ്ചർ കാണാൻ പറ്റും. ഇതൊക്കെ പാൻക്രിയാസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിംറ്റം ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഡാർക്ക് കളർ യൂറിൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതും പാൻക്രിയാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സിംറ്റമാണ്. അതുകൂടാതെ തന്നെ ശരീരത്തിൽ പലയിടങ്ങളിലായിട്ടുള്ള ചൊറിച്ചിൽ കാര്യങ്ങൾ, സ്കിന്നിൽ ഉണ്ടാകുന്ന പല ഡിസ്കളറേഷൻസ് ഒക്കെ പാൻക്രിയാസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ അല്ലെങ്കിൽ പാൻക്രിയാസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രമേഹവും ഇങ്ങനെ നമുക്ക് എല്ലതും കൂടെ എടുത്ത് നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാൻക്രിയാസിൻ്റെ ഇൻഫ്ലമേഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20% ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക. ഫാറ്റ് നമ്മൾ ഭക്ഷണത്തിൽ നിന്നും ഒരു 20% കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൽക്കഹോൾ എടുക്കുന്നത് പരിപൂർണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. അതുപോലെ തന്നെയാണ് സ്മോക്കിങ്ങും ആൽക്കഹോളും പരിപൂർണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് ഇലക്കറികളും പച്ചക്കറികളും ധാരാളമായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്കുള്ളൊരു ശീലമാണ് പുറത്തുനിന്നുള്ള ഭക്ഷണ രീതികൾ. അത്തരം ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ചിലർക്ക് ദാഹിച്ച് കഴിഞ്ഞാലൊക്കെ പോയി കുടിക്കുന്നത് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ് കാര്യങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി, അതുപോലെ ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം സ്ട്രെസ് ഒഴിവാക്കുക, നന്നായിട്ട് ഉറങ്ങുക, വ്യായാമവും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാൻക്രിയാസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും മാക്സിമം ഒഴിവാക്കാൻ സഹായിക്കും. ഈ പറഞ്ഞ ഫുഡ് ഹാബിറ്റുകളും നന്നായിട്ടൊന്ന് ഫോളോ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഹോമിയോപ്പതിയിൽ ഇത്തരം അസുഖങ്ങൾക്ക് നമുക്ക് വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ഓരോ വ്യക്തിയുടെയും അസുഖത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് റെപ്പർട്ടറൈസേഷൻ ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴി ഓരോ വ്യക്തിയെയും അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിനൊരു ക്യൂറും കിട്ടുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.